ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവരുടെ അൽ കലിമു ത്വയ്യിബ് എന്ന കിതാബിൽ നിന്ന് ദർസ് 4. അടുത്തത് ഫീമാ യുഖാലു ഇൻദൽ മനാമി. മനാമ് ഉറക്കത്തിന്റെ സമയത്ത് ചൊല്ലപ്പെടുന്നത് എന്നാൽ ഉറങ്ങാൻ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ പറയണം. അത് സംബന്ധിച്ച ഹദീസുകൾ. ഖാല ഹുദൈഫത്തു റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹാബി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ ഖാല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ചൊല്ലുമായിരുന്നു, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. ബിസ്മിക അല്ലാഹുമ്മ, ബിസ്മിക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ അമൂതു വ അഹ്യ, അമൂതു ഞാൻ മരിക്കുന്നു, അഹ്യ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. ഇവിടെ അമൂത്തു എന്നാൽ ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോകുന്നതിനെയാണ് ഇവിടെ മരണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അഹ്യ ജീവിക്കുന്ന ഉണരുന്നത്, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ഒരുതരം ജീവിതമാണ്. മിൻ മനാമിഹി, അവിടുത്തെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഖാല, അവിടുന്ന് പറയുമായിരുന്നു, പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അല്ലദീ അഹ്യാന നമ്മെ ജീവിപ്പിച്ച, ബഅദമാ അമാതനാ നമ്മെ മരിപ്പിച്ച ശേഷം, വ ഇലൈഹിൻ നുശൂർ അവനിലേക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന്. അപ്പോൾ ഉറക്കത്തിന് ശേഷം ഉണർത്തിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് ആശയം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ അവരിൽ നിന്നുള്ള നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവா ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും വിരിപ്പിലേക്ക് ചെന്നാൽ, അതായത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു എന്ത് ചെയ്തിരുന്നു, ജമഅ കഫൈഹി, അവിടുത്തെ രണ്ട് കൈപ്പത്തികൾ ചേർത്ത് പിടിക്കുമായിരുന്നു, സുമ്മ നഫസ ഫീഹിമ, എന്നിട്ട് ആ രണ്ട് കൈപ്പത്തികളിൽ ഊതുമായിരുന്നു, ഫഖറഅ ഫീഹിമ, എന്നിട്ട് അതിൽ ഓതുമായിരുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും, വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തുൽ ഫലഖ് ആ സൂറത്തും, വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്തും, സുമ്മ യംസഹു ബിഹിമ, പിന്നെ അത് രണ്ടും കൊണ്ട് തടവുമായിരുന്നു, മസ്തതഅ മിൻ ജസദിഹി, സാധിക്കുന്നിടത്തോളം അവിടുത്തെ ശരീരത്തിൽ തിരുമേനി തടവുമായിരുന്നു, യബ്ദഉ ബിഹിമ അലാ റഅസിഹി വ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയിലും മുഖത്തുമായിട്ട് തുടങ്ങുമായിരുന്നു ഈ രണ്ട് കൈകൾ കൊണ്ട്. അപ്പൊ ആദ്യം തലയിൽ തടവും, പിന്നെ മുഖം തടവും, പിന്നെ വമാ അഖ്ബല മിൻ ജസദിഹി, പിന്നീട് ശരീരത്തിന്റെ മുൻഭാഗങ്ങളിൽ, യഫ്അലു ദാലിക സലാസ മർറാത്ത്, അങ്ങനെ നബി 3 തവണ ചെയ്യുമായിരുന്നു എന്ന്. ഇവിടെ ഓരോ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, ഉറങ്ങാൻ കിടക്കുമ്പോൾ രണ്ട് കൈപ്പത്തികൾ, മുൻകൈന്റെ രണ്ട് പള്ളകൾ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓതിയിട്ട് ഊതുമായിരുന്നു. ഇവിടെ ഊതിയ ശേഷം ഓതി എന്നാണ് ഈ ഇതിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹദീസിലെ വാചക ഘടന അനുസരിച്ച് ആദ്യം ഊതി പിന്നെ ഓതി എന്നാണ്. അപ്പൊ ഊത്താണോ ആദ്യം വേണ്ടത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. രണ്ടാണെങ്കിലും പ്രശ്നമല്ല. ഇവിടെ ഓതിയ ശേഷം ഊതുമ്പോൾ അതിന്റെ ഒരു ബറക്കത്ത് ഉണ്ടാവും എന്നുള്ളതാണെങ്കിൽ ഓതിയ ശേഷമാണ് പിന്നെ റിപ്പോർട്ടിൽ അങ്ങനെ വന്നതാണെന്നുള്ള വിശദീകരണങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാഹു അലം. ഇനി ഇതില് ഇവിടെ ഈ 3 സൂറത്തുകൾ അൽ മുഅവ്വിദാത്ത് എന്നറിയപ്പെടുന്ന 3 സൂറത്തുകളാണ് പരാമർശിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഒന്നാമത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ, അതായത് കരുണാവാരിധിയായ പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, നബിയെ പറയുക, താങ്കൾ പറയുക, അതായത് നബിയോട് പറയുന്നത്, ഹുവ കാര്യം, അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ് എന്ന കാര്യം പറയാനാണ്. അല്ലാഹുസ് സമദ്, അല്ലാഹു സർവാശ്രയനായ യജമാനാണ്, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന യജമാനാണ്, ആരുടെയും ആശ്രയം വേണ്ടാത്ത, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടുമില്ല. അത് അള്ളാഹു ആരുടെയും മകൻ, ഒരു സന്തതി അല്ല, ആരുടെയും പിതാവോ അല്ലെങ്കിൽ മാതാവോ അങ്ങനെയൊന്നും അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്,
വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് കുഫുവായിട്ട്, തുല്യനായിട്ട്, ഈക്വലായിട്ട്, സമനായിട്ട് ആരുമില്ല, ഒന്നും തന്നെ ഇല്ല. സൂറത്തുൽ ഫലഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഖുൽ, പറയുക, നബിയോട് പറയണേ, അഊദു, ഞാൻ കാവൽ തേടുന്നു, ബി റബ്ബിൽ ഫലഖ്, ഫലഖിന്റെ, പ്രഭാതത്തിന്റെ റബ്ബിനോട്, റബ്ബിനെ കൊണ്ട് അല്ലെങ്കിൽ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. അതായത് ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതം, പുലരിയുടെ റബ്ബ്, അതായത് അള്ളാഹു. മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി, തിന്മയിൽ നിന്ന്, മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവോട് കാവൽ തേടാൻ. വമിൻ ശർരി ഗാസിഖിൻ, ഗാസിഖിന്റെ തിന്മയിൽ നിന്നും. ഗാസിഖ് എന്ന് പറഞ്ഞാൽ മൂടുന്നത്, അതായത് രാത്രി ഇരുട്ട് മൂടുമ്പോൾ, ഇതാ വഖബ്, അത് ഇരുട്ട് മൂടുമ്പോൾ അതിന്റെ തിന്മയിൽ നിന്നും, രാത്രി ഇരുട്ട് മൂടി വരുമ്പോൾ അതിന്റെ തിന്മയിൽ നിന്നും. വമിൻ ശർരി നഫ്ഫാഥാതി, കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്നും. ഫിൽ ഉഖദി, നഫാസാത്ത് ഊതുന്നവർ, ഫിൽ ഉഖദി, കെട്ടുകളിൽ. വമിൻ ശർരി ഹാസിദിൻ, അസൂയാലുവിന്റെ തിന്മയിൽ നിന്നും. ഇതാ ഹസദ്, അവൻ അസൂയപ്പെടുമ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് മിനൽ ജിന്നതി വൻ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഖുൽ, നബിയെ പറയുക, അഊദു ബിറബ്ബിൻ നാസ്, ഞാൻ ജനങ്ങളുടെ, മനുഷ്യരുടെ റബ്ബിനോട് കാവൽ തേടുന്നു. മലിക്കിൻ നാസ്, ആ റബ്ബിനെ കുറിച്ച് പറയണം, മനുഷ്യരുടെ രാജാധിപതി, മലിക് ആയ. ഇലാഹിൻ നാസ്, മനുഷ്യരുടെ ഇലാഹ്, ജനങ്ങളുടെ ഇലാഹ്, ആരാധ്യനായ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്നും, ഷർറിൽ നിന്നും, പിശാചിന്റെ സ്വഭാവമുള്ള എല്ലാവരുടെയും വരുന്നുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ്, ദുർമന്ത്രം ഉണ്ടാക്കുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന എന്ന് പിശാചിനെ കുറിച്ച് പറയാം. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും പിശാചുക്കളിലും പെട്ട, അല്ലെങ്കിൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ദുർമന്ത്രം നടത്തുന്നവർ, അത്തരം ആളുകളുടെ, അത് പിശാചുക്കള്, മനുഷ്യ പിശാചുക്കളും ഉണ്ട്, അതേപോലെ ജിന്നു പിശാചുക്കളുണ്ട്, രണ്ട് വിഭാഗത്തിന്റെയും തിന്മയിൽ നിന്ന്. അടുത്ത ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു അതാഹു ആതിൻ യഹ്സു മിന സ്വദഖതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. അന്നഹു അതാഹു, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, ആതിൻ, ഒരു വരുന്ന ആള് വന്നു. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് മുതൽ സ്വതക്ക സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏർപ്പാടാക്കി. അപ്പൊ അതിന് കാവലിരിക്കുമ്പോ സ്വതക്കയിൽ നിന്ന്, സകാത്ത് മുതലിൽ നിന്ന് വാരാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. വകാന ഖദി ജഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അതിന്മേലാക്കിയിരുന്നു, പറഞ്ഞാൽ സൂക്ഷിപ്പുകാരനാക്കിയിരുന്നു, ഗാർഡായിട്ട്. ലൈലത്തൻ ബഅദ ലൈലത്തിൻ, രാത്രിക്ക് ശേഷം രാത്രി ആയിട്ട്. അങ്ങനെ പിന്നെ ഒരു രാത്രിയല്ല, ഒന്നിലധികം രാത്രികൾ പിന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സ്വതക്ക മുതൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു, സകാത്ത് മുതൽ നിന്ന്. ഫലമ്മ കാന ഫിൽ ലൈലത്തി സാലിസ, അങ്ങനെ മൂന്നാമത്തെ രാത്രി ആയപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്ന ആളോട്, ല അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്നെ എന്ത് ചെയ്യും, ഞാൻ എന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുപോകും ശിക്ഷിക്കാൻ. കാല, അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ദൈനി, എന്നെ വിട്ടേക്കണേ, എന്നെ വിടണം. അല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹിന്ന, അള്ളാഹു താങ്കൾക്ക് അതുകൊണ്ട് ഉപകാരം നൽകും, അത്തരത്തിലുള്ള ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ഒരു കണ്ടീഷൻ പറഞ്ഞു. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എന്നെ വിടൂ. കാനു അഹ്റസ ഷൈഇൻ അലൽ ഖൈർ, നന്മയുടെ കാര്യത്തിൽ, ഒരു നന്മ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ അതിൽ അത്യാർത്ഥി ഹിർസുള്ള, വളരെ അധികം താല്പര്യമുള്ള ആളുകളായിരുന്നല്ലോ സഹാബാക്കൾ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇൽമു കിട്ടാൻ വേണ്ടിയിട്ട്, നബിയിൽ നിന്ന് ഇൽമു കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ കഠിന പരിശ്രമം നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ അള്ളാഹുവിൽ നിന്ന് നന്മ കിട്ടുന്ന, ഉപകാരം കിട്ടുന്ന ചില വചനങ്ങൾ പഠിപ്പിച്ച് തരാന്ന് പറഞ്ഞപ്പോൾ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് വഴങ്ങി. ഖാല, അപ്പോ ആ വന്ന ആൾ പറഞ്ഞു, ഇതാ ആവൈത്ത ഇലാ ഫിറാഷിക്ക, താങ്കളുടെ വിരിപ്പിലേക്ക് ചെന്നാൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നാൽ, ഫഖറ, അപ്പോൾ താങ്കൾ ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഹത്താ തഖ്തിമഹ, അത് പൂർത്തിയാകുന്നത് വരെ. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ വഹുവൽ അലിയുൽ അദീം വരെ ആയത്ത്, സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്ത്. ലിഅന്നഹു ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിദുൻ, അപ്പോൾ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ഒരു ഹാഫിദ്, ഒരു ഗാർഡ് താങ്കൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. താങ്കളുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. വലാ യഖറബുക ഷൈത്താൻ, താങ്കൾക്ക് ഒരു ഷൈത്താൻ അടുക്കുകയില്ല, താങ്കളുടെ അടുത്തേക്ക് പിശാച് അടുത്ത് വരില്ല. ഹത്താ തുസ്ബിഹ, താങ്കൾ നേരം പുലരുന്നത് വരെ, താങ്കൾക്ക് നേരം പുലരുന്നത് വരെ. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അറിഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞു, സ്വദഖക വഹു കദൂബൻ. സ്വദഖക, അദ്ദേഹം ഈ വന്ന ആളുണ്ടല്ലോ, അയാള് താങ്കളോട് സത്യം പറഞ്ഞു. വഹു കദൂബൻ, പക്ഷെ അവൻ കളവ് പറയുന്നവനാണ്. അതൊക്കെ ഷെയ്ത്താൻ, അത് ഷെയ്ത്താനാണ്, വന്ന ആള് ഷെയ്ത്താനാണ്, പിശാച്ചാണ്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു അറിവ് പറഞ്ഞു കൊടുത്തതാണ് എന്നതാണ്. അപ്പോൾ ഇനി സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. ഇത് ഉറങ്ങാൻ സമയത്ത് ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ട്. ഈ ഹദീസ് പ്രകാരം അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹും, ഒരു ആരാധ്യനുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം ആരുടെയും ആവശ്യമില്ലാത്ത സർവ്വനിയന്താവായവൻ, ആരുടെയും ആശ്രയം ഒന്നും ആവശ്യമില്ലാത്ത അങ്ങനെയുള്ള ശക്തി. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഒരു ഉറക്കമോ മയക്കമോ ഒന്നും അവനെ പിടികൂടുകയില്ല. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദി, ലഹു മാഫിസ് സമാവാതി, അവന് ആകാശങ്ങളിലുള്ളതുണ്ട്, വമാഫിൽ അർദി ഭൂമിയിലുള്ളതുമുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, അവന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ, ഷഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്, ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരമല്ലാതെ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമുള്ള ശുപാർശയുണ്ട്, അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കിട്ടൂ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവർക്ക് പിറകിലുള്ളതും അവൻ അറിയും. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവന്റെ ഇൽമിൽ നിന്ന് ഒന്നും വലയം ചെയ്യുകയില്ല, ഇല്ലാ ബിമാ ശാ, അവർക്ക് വലയം ചെയ്യാൻ കഴിയില്ല, ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചതൊഴികെ. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, അവന്റെ കുർസിയെ ആകാശങ്ങളിലും ഭൂമിയിലും വിശാലമായിരിക്കുന്നു. വലാ യഉദുഹു ഹിഫ്ദുഹുമാ, അതിന്റെ സംരക്ഷണം അവനൊരു പ്രശ്നമല്ല. വഹുവൽ അലിയുൽ അദീം, അവൻ അത്യുന്നതനും മഹാനുമാണ് എന്ന്. അപ്പോൾ ഇതാണ് ആയത്തുൽ കുർസി. അടുത്ത ഹദീസ്, വഅൻ അബി മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ട്, മൻ ഖറഅൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള അവസാനത്തെ 2 ആയത്തുകൾ ആരോദിയോ, ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, കഫത്താഹു, അവനത് മതി. അവനത് മതി പറഞ്ഞാൽ വെറുക്കപ്പെട്ട പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണമായിട്ട് അത് മതി എന്ന്. ആമനർ റസൂലു എന്നറിയപ്പെടുന്ന 2 ആയത്തുകളാണ് ഇത്. അത് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ആമനർ റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അവിടുത്തെ റബ്ബിങ്കിൽ നിന്ന് അവിടത്തേക്ക് അവതരിക്കപ്പെട്ടതിൽ കൊണ്ട്, വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു, കുല്ലുൻ, അവരെല്ലാം, ആമന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, മലായികത്തി, അവന്റെ മലക്കുകളെ കൊണ്ടും, കുത്തുബിഹി, അവന്റെ കിതാബുകൾ, വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഫുർഖാൻ, അതേപോലെ ഏടുകൾ ഒക്കെ, വറുസുലിഹി, അവന്റെ മുർസലീങ്ങളെ കൊണ്ടും, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, നാം അവരിൽ ആരിലും, മുർസലിങ്ങളിൽ, അവന്റെ മുർസലിങ്ങളിൽ, അവന്റെ ദൂതന്മാരിൽ ആരിലും ഒരു വിവേചനം കൽപ്പിക്കുന്നില്ല, മുർസലിങ്ങൾ എന്ന നിലയിലുള്ള വിവേചനം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ ഫദ്ൽ, ശ്രേഷ്ഠതയിൽ ഏറ്റക്കുറച്ചിലില്ല എന്നല്ല ഇതിനർത്ഥം. വഖാലു, അവർ പറഞ്ഞു, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ പറഞ്ഞു, ഗുഫ്റാനക്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടക്കം എന്ന്.
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا يكلف الله نفسا إلا وسعها ഒരു നഫ്സിനോടും ഒരു ആത്മാവിനോടും ഒരാളോടും അള്ളാഹു അതിന്റെ വുസ്ഇൽ കഴിവിൽപ്പെടാത്ത കാര്യം കൽപ്പിക്കുന്നില്ല, നിർബന്ധമാക്കുന്നില്ല. ലഹാ മാ കസബത്ത്, ഓരോ നഫ്സിനും അത് സമ്പാദിച്ച നന്മയുണ്ടാകും. വഅലൈഹ മക്തസബത്ത്, അത് സമ്പാദിച്ച തിന്മയുടെ ഫലവും ഉണ്ടാകും. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയണം അള്ളാഹു. ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തൈന, ഞങ്ങൾ അബദ്ധത്തിൽ ചെയ്താൽ, തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറവി സംഭവിക്കുന്നതിന് അതിൽ ആ വിഷയത്തിൽ ഞങ്ങളെ നീ പിടികൂടരുത്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, വലാ തഹ്മിൽ അലൈന, ഞങ്ങൾക്ക് നീ ചുമപ്പിക്കരുത്, വഹിപ്പിക്കരുത്, ഇസ്റൻ, ഭാരത്തെ, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് നീ വഹിപ്പിച്ചിരുന്ന പോലുള്ള ഭാരങ്ങൾ. അതായത് അവർക്ക് കഠിനമായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു മുൻകാല ഉമ്മത്തുകളിൽ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് കഴിവില്ലാത്ത ഞങ്ങളെ നീ വഹിപ്പിക്കരുത്, ത്വാഖത്തില്ലാത്തത്. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പേകണേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. വർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ യജമാനൻ. ഫൻസുർനാ, അതിനാൽ നീ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയ്ക്ക് മേൽ, അതായത് ഞങ്ങളെ ആക്രമിക്കുന്ന, ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഞങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള സത്യനിഷേധികൾക്ക് എതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. അലിയും റളിയല്ലാഹു അൻഹു, ഇതൊരു നബി വചനമായിട്ടല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അലി റളിയല്ലാഹുവിന്റെ വചനമായിട്ടാണ്. മാ കുന്തു അറാ അഹദൻ യഖിലു യനാമു ഖബ്ല അൻ യഖറഅ അൽ-ആയാത്തി സലാസ മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തുകൾ ഓതാതെ ഉറങ്ങുന്ന വിവരമുള്ള ഒരാളും അങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട്. അൽ ബഖറയിൽ അവസാനത്തെ 3 ആയത്തുകളാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞത് 2 ആയത്തുകളാണ് അവസാനത്തെ. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ആയത്ത് 284 ആയത്ത്, അതും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. 284 ആയത്ത്, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളത്. വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലുള്ളത് വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും യുഹാസിബുക്കും ബിഹില്ലാഹു, അള്ളാഹു നിങ്ങളെ അതുകൊണ്ട് വിചാരണ ചെയ്യും. അള്ളാഹു അതിനെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്യാതിരിക്കില്ല. അത് മറച്ചു വെച്ചു വിചാരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് മറക്കാൻ പറ്റില്ലല്ലോ. ഫയഗ്ഫിറു ലിമൻ യശാഉ, അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിക്ഷിക്കുകയും ചെയ്യും, ഉദ്ദേശിക്കുന്നവരെ. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദീർ, കഴിവുള്ളവനാണ് എന്ന്. പിന്നെ പറഞ്ഞ 2 ആയത്തുകൾ അതിന് ശേഷമുള്ള ആമന റസൂൽ എന്ന് പറഞ്ഞ ഭാഗം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും അൻ ഫിറാഷിഹി സുമ്മ റജഅ ഇലൈഹി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വിരിപ്പിൽ നിന്ന് എണീറ്റു പിന്നെ അതിലേക്ക് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ, തലേന്ന് ആയിരിക്കും വിരിപ്പ് എണീറ്റ് പോയിട്ടുണ്ടാവുക, എന്നിട്ട് അല്ലെങ്കിൽ രാവിലെ, എന്നിട്ട് പിന്നെ രാത്രി വീണ്ടും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് വിരിപ്പിലേക്ക് വന്നു. ഫൽയംഫുദുഹു ബിസ്നിഫതി ഇസാരിഹി, അപ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ, മുണ്ടിന്റെ, തുണിയുടെ അറ്റം കൊണ്ട് അവൻ കുടയട്ടെ, ഇത് വിരിപ്പ് കുടയട്ടെ, സലാസ മറാത്ത്, 3 തവണ. അപ്പോൾ ഫഇന്നഹു ലാ യദ്രി, കാരണം അവൻ അറിയില്ല, മാ ഖലഫഹു അലൈഹി ബഅദ, അവൻ പോയ ശേഷം അവിടെ അതിനുശേഷം ആരാണ് വന്നത്, എന്താണ് വന്നത് എന്ന്. വല്ല തേളോ പാമ്പോ ഒക്കെ ചിലപ്പം വിരിപ്പിലുണ്ടാവും. അതുകൊണ്ട് അത് നന്നായിട്ട് കുടഞ്ഞിട്ട് വേണം കിടക്കാൻ. വിരിപ്പ് കുടയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കാലത്ത് ബെഡൊക്കെ ഉണ്ട്, വിരിപ്പ് പിന്നെ അതിൻ്റെ മേലെ ഇടുന്നത്. അപ്പോൾ പലർക്കും ബെഡ് ഉണ്ടാവും, ആ ബെഡൊക്കെ അടിയിലൊക്കെ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കിടക്കാൻ. അത് സുന്നത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തായിട്ട് മനസ്സിലാക്കണം. അത് ശരീരത്തിനുള്ള പ്രൊട്ടക്ഷനാണ്, ഒരു ഭൗതികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. ഇനി ആത്മീയമായ പ്രൊട്ടക്ഷൻ കൂടി പറയണം.
അങ്ങനെ അവൻ കിടക്കുമ്പോൾ അവൻ പറയട്ടെ ബിസ്മിക റബ്ബി വവഅതു ജംബി വബിക അർഫഉഹു ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ, റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ പാർശ്വത്തെ വെക്കുന്നു, ഞാനിതാ കിടന്നുറങ്ങുന്നു. വവഅതു ജംബി, എൻ്റെ പാർശ്വത്തെ ഞാൻ വെക്കുന്നു. അപ്പൊ എൻ്റെ റബ്ബേ നിന്റെ നാമത്തിൽ, ബിസ്മിക റബ്ബി വലാത്തു ജംബി, എൻ്റെ പാർശ്വത്തെ ഞാൻ വെക്കുന്നു. വബിക അർഫഉഹു, നിന്റെ നാമം കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അതിനെ, അതായത് എൻ്റെ ശരീരത്തെ, പാർശ്വത്തെ ഉയർത്തുന്നത്. ഫഇൻ അംസക്ത നഫ്സി, അപ്പോ ഈ ഉറക്കത്തിൽ നീ എൻ്റെ നഫ്സിനെ, എൻ്റെ റൂഹിനെ, എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ, പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹ, അതിനോട് കരുണ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ നീ മരിപ്പിക്കുകയാണ് ഈ ഉറക്കത്തിലെങ്കിൽ അതിനോട് കരുണ ചെയ്യണേ, എന്നോട് കരുണ ചെയ്യണേ എന്നർത്ഥം. ഇന്ന അർസൽത്താനി, അതിനെ നീ വിടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിട്ടു തരികയാണ്, തിരിച്ചു തരുന്നു റൂഹിനെ. ഒരു തരം മരണമാണല്ലോ എങ്കിൽ, അതായത് വീണ്ടും തുടർന്നു എനിക്ക് ജീവിതം നൽകുകയാണെങ്കിൽ ഫഹ്ഫദ്ഹാ, അതിനെ നീ സൂക്ഷിക്കണേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അടിമകളെ നീ സൂക്ഷിച്ചത് പോരെ എന്ന്. ഇപ്പൊ ഇവിടെ വിരിപ്പ് കുടയുന്ന കാര്യം പറഞ്ഞപ്പോ ഈ തുണിയുടെ അറ്റം കൊണ്ട് കുടയാൻ പറഞ്ഞത്, തുണി നേരിട്ട് ആവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വല്ല ഈ വിരിപ്പിലുള്ള ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ പിന്നെ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ വിളക്കുകളില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, പല ഹദീസുകളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കൈ കൊണ്ട് നേർക്ക് നേരെ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിരിപ്പ് കുടയ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പോയിന്റ്. ഇനി ഈ ഹദീസ് തുടർച്ചയായിട്ട് പറയാണ്, വഫി ലഫ്ദിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ലഫ്ദ് വന്നിട്ടുണ്ട്. ഇദസ്തയഖല അഹദുക്കും ഫല്യഖുൽ, നിങ്ങൾ ആരെങ്കിലും ഉണരുമ്പോൾ, അവൻ ഉണരുകയാണെങ്കിൽ ഉണരുമ്പോൾ പറയട്ടെ, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ ആഫാനി ഫീ ജസദി, എൻ്റെ ശരീരത്തിൽ ആഫിയത്ത് നൽകിയ, സുഖം നൽകിയ, സൗഖ്യം നൽകിയ, വറദ്ദ അലയ്യ റൂഹി, അതിലേക്ക് എൻ്റെ റൂഹിനെ മടക്കി നൽകുകയും ചെയ്ത, വഅദിന ലീ ബിദിക്രി, എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ, അവനെ സ്മരിക്കാൻ ഇതിന് പെർമിഷൻ, അനുവാദം, അതിനുള്ള തൗഫീഖ് നൽകുകയും ചെയ്ത. വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അന്ന ഫാത്തിമത റളിയല്ലാഹു അൻഹാ തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്അലുഹു ഖാദിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നബി പുത്രി അലി റളിയല്ലാഹുവിന്റെ ഭാര്യ ചെന്നു. തസ്അലുഹു ഖാദിമൻ, അവിടത്തോട് ഒരു ഖാദിമിനെ, ഒരു സെർവന്റിനെ ചോദിച്ചുകൊണ്ട്. ഫലം തജിദുഹു, അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടില്ല. അപ്പോൾ വജദത്ത് ആയിഷത, അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ നബി പത്നി അവിടെ കണ്ടു. ആര്? ഫാത്തിമ ബി. ഫഅഖ്ബറത്ഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് വിവരം പറഞ്ഞു, വിഷയം പറഞ്ഞു. ഖാല അലി, അലി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയാണ്, ഫജാഅന അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നബി വന്നപ്പോൾ, വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ മരുമകന്റെ അടുത്തേക്ക് വന്നു. വഖദ് അഖദ്നാ മവാജിഅന, ഞങ്ങളുടെ വിരിപ്പ് എടുത്തിരുന്നു, സ്വീകരിച്ചു, നിങ്ങൾ കടന്നിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അലാ അദുല്ലുക്കുമാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയിച്ചു തരട്ടെ, അലാ മാ ഹുവ ഖൈറുൻ ലക്കുമാ മിൻ ഖാദിം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സെർവന്റ്, ഒരു വേലക്കാരനെ വെച്ച് തരുന്നതിനേക്കാളും, അല്ലെങ്കിൽ വേലക്കാരനേക്കാളും നിങ്ങൾക്ക് ഖൈറായത് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതാ അവൈതുമാ ഇലാ ഫിറാഷിക്കുമാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വിരിപ്പിലേക്ക് പോകുമ്പോൾ, കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ സലാസൻ, നിങ്ങൾ സലാസം വരെ സലാസിന, നിങ്ങൾ 33 തവണ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ ചൊല്ലണം. വഹ്മദ സലാസം വസലാസിന, 33 തവണ നിങ്ങൾ ഹംദ് ചെയ്യണം, അതായത് അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയണം. വകബ്ബിറ അർബഅൻ വസലാസിന, നിങ്ങൾ 34 തവണ തക്ബീർ, അതായത് അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലണം. ഫഇന്നഹു ഖൈറുൻ ലക്കുമാ മിൻ ഖാദിം, അത് നിങ്ങൾക്ക് ഒരു സെർവന്റ്, വേലക്കാരൻ ഉണ്ടാകുന്നതിനേക്കാളും ഏറെ ഉത്തമമാണ് എന്ന് പറഞ്ഞു. ഖാല അലി, അലി റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ശേഷം പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ടേ അല്ല ജീവിതത്തിൽ. എല്ലാ ദിവസവും രാത്രി ഞാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലുമായിരുന്നു. ഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു, വലാ ലൈലത്തു സിഫീന, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും താങ്കൾ അങ്ങനെ ചൊല്ലി ഉപേക്ഷിച്ചിട്ടില്ലേ? അന്നും ചൊല്ലിയിരുന്നോ? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലാ ലൈലത്തു സിഫീന, സിഫീൻ യുദ്ധരാത്രിയിലും, സിഫീന്റെ രാത്രിയിലും
ഇല്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ടില്ല, അന്നും ഞാനിത് ചൊല്ലിയിരുന്നു എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. അടുത്തത് വഅൻ ഹഫ്സത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ, ഹഫ്സ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ നബി പത്നി എന്നുള്ള റിപ്പോർട്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യർഖുദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ആയിരുന്നു വളാ യദഹുൽ യുംന തഹത ഖദ്ദിഹി, അവിടുത്തെ കവിളിന് താഴെ അവിടുത്തെ വലത് കൈ വെക്കുമായിരുന്നു. തുമ്മ യഖൂൽ, എന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക, അല്ലാഹുമ്മ അല്ലാഹു ഖിനി അദാബക, നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണേ, യൗമ തബ്അസു ഇബാദക, നിന്റെ അടിമകളെ നീ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസം, ഖിയാമത്ത് നാളിൽ, പരലോകത്ത് വെച്ചുള്ള കാര്യം പറയണേ. അപ്പോൾ സലാസ മർറാത്ത്, 3 തവണ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക എന്ന്. അബൂദാവൂദ് ഖറജഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ഖാല തിർമിദി റഹ്മഹുല്ലാഹ് പറഞ്ഞു ഹദീസുൻ ഹസനുൻ സ്വഹീഹ്, ഇത് സ്വീകാര്യമായ സ്വഹീഹായ ഹസനായ ഹദീസാണ് എന്ന്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക എന്ന് 3 തവണ വലത് കൈ കവിളിൽ വെച്ചിട്ട് അങ്ങനെ ചൊല്ലുക കിടക്കുമ്പോൾ. وعن أنس رضي الله عنه, أنس رضي الله عنه എന്നുള്ള നിവേദനം, മറ്റൊരു ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവ ഇലാ ഫിറാശിഹി, അവിടുത്തെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഖാല അങ്ങനെ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു ലാ മുഅ്വിയ, അൽഹംദുലില്ലാഹ് സർവ്വസ്തുതിയും അല്ലാഹുവിനാകുന്നു, അല്ലദീ അത്അമനാ വസഖാന, ഞങ്ങൾക്ക് അത്അമന ഭക്ഷിപ്പിക്കുകയും, വസഖാന ഞങ്ങൾക്ക് കുടിപ്പിക്കുകയും ചെയ്ത അള്ളാഹുനാകുന്നു സർവസ്തുതിയും, വകഫാന ഞങ്ങൾക്ക് മതിയായ നൽകുകയും, ആവാന ഞങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്ത അള്ളാഹുനാണ് സർവസ്തുതിയും, ഫകം മിമ്മൻ ലാ കാഫിയ ലഹു ലാ മുഅ്വിയ, മതിയായത് ലഭിക്കാത്ത, അതേപോലെ അഭയം നൽകാൻ ആരുമില്ലാത്ത എത്ര പേരുണ്ട് എന്ന്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്നുള്ള നിവേദനം, അന്നഹു അമറ റജുലൻ ഇദാ അഖദ മദ്ജഅഹു, അദ്ദേഹം ഒരു വ്യക്തിയോട് കൽപ്പിച്ചു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു, അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ, അയ്യഖൂല അവൻ പറയുന്നതിന്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന്, അല്ലാഹുമ്മ അൻത ഖലഖത നഫ്സി വഅൻത തതവഫാഹ ലക മമാതുഹ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫദ്ഹ വഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ആഫിയ, അല്ലാഹുമ്മ അല്ലാഹു അൻത ഖലഖത നഫ്സി, നീയാണ് എൻ്റെ നഫ്സിനെ പടച്ചത്, വഅൻത തതവഫാഹ, നീ തന്നെയാണ് അതിനെ മരിപ്പിക്കുന്നതും, ലക മമാതുഹ വമഹ്യഹ, അതിന്റെ ജീവിതവും മരണവും ഒക്കെ നിന്റെ അടുത്താണ്, ഇൻ അഹ്യൈതഹ, നീ അത് ജീവിപ്പിക്കുകയാണെങ്കിൽ, ഫഹ്ഫദ്ഹ, നീ അതിനെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇനിയും ജീവിപ്പിക്കുകയാണെങ്കിൽ, ഇൻ അമത്തഹ, നീ അതിനെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫഗ്ഫിർ ലഹ, ഈ ഉറക്കത്തിൽ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, അതിനെ പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ, ഫഗ്ഫിർ ലഹ, അതിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാണ് എൻ്റെ ആശയം, എൻ്റെ ആത്മാവിന് എന്ന് പറയുമ്പോൾ, അല്ലാഹുമ്മ അല്ലാഹു ഇന്നി അസ്അലുകൽ ആഫിയ, ഞാൻ എന്നോട് ആഫിയത്ത് ചോദിക്കും, എല്ലാ അർത്ഥത്തിലുള്ള സുസ്ഥിതിയാണ് ആഫിയത്ത്. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടതാണ്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ള മർഫൂആയ വിധി വന്നു.